ഒരു ഇൻട്രോ പറഞ്ഞു ചേട്ടായി. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുഅമ്മ ബ്ലോഗ്സിന്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് ചേട്ടായിയാണ് കേട്ടോ. ഇൻട്രോ പറഞ്ഞു ചേട്ടാ ഇവിടെ ഒരു ശകലം മുറിഞ്ഞിരിക്കും കേട്ടോ, ശകലം പൊട്ടിയിരിക്കുക. അത് മരുന്ന് ഇപ്പൊ ഞാൻ തേങ്ങാച്ചാക്ക് പിടിച്ചപ്പോൾ തേങ്ങാച്ചാക്ക് ഇങ്ങനെ തെന്നിങ്ങി പോകുന്നു. ഉരച്ചെന്നിട്ട് ഇങ്ങനെ പുള്ളി പോയി. എന്നിട്ട് അത് തൊലി പോയിരിക്കുക. അവിടെ ഞാൻ മരുന്ന് ഇപ്പൊ പറ്റാണ്ടൊക്കെ തേച്ച് വെച്ചേക്കാണേ. എന്നിട്ട് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഉടുപ്പിട്ടതാ, അല്ലെങ്കിൽ ഉടുപ്പിടത്തില്ല. അതെ പോട്ടെ. അപ്പൊ ജോലിയുടെ ഭാഗമായിട്ട് അങ്ങനെ വന്നാ സംഭവിച്ചത്. അത് സാരമില്ല, പോട്ടെ. അതെ. അപ്പൊ ഇന്ന് ഒരു സന്തോഷമുണ്ട്. എന്നാ തരത്തില്ല, ഒരു ഗിഫ്റ്റും ഒക്കെ ആയിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. ഇന്ന് ഹനുമാൻ ലങ്കയ്ക്ക് കൊണ്ടുവരുന്ന മാതിരി ഒരു തോള വെച്ചോണ്ടാ വന്നേ. ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എന്നാ സംഭവം എന്നാന്ന് എനിക്കറിയത്തില്ല. ഇത് നോക്കിയിട്ടൊന്നും ഞാൻ പൊട്ടിച്ചില്ല. പൊട്ടിക്കണമെന്ന് ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ മേടിച്ചു കിട്ടി. സ്റ്റാൻഡ് ആണോന്ന് എനിക്കറിയത്തില്ല. സ്റ്റാൻഡിന്റെ ബോക്സ് മാതിരി ഉണ്ട്. എനിക്കറിയത്തില്ല കേട്ടോ. ആരാഴ്ച എന്നാന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പൊട്ടിച്ചു നോക്കാം. കത്രി വേണോ? ഇതെന്താ യോഗ മാറ്റോ? മാറ്റ് കേട്ടോ, രണ്ട് മാറ്റ് വേണ്ട. എന്തോ മതി. നല്ല അടിപൊളി സാധനം കേട്ടോ. തെന്നത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോഴേ അവിടെ തെന്നി. നമ്മൾ വീഡിയോ എടുത്തപ്പം അത് അവിടെ നിങ്ങൾ വീഡിയോ കണ്ടാൽ അറിയാം, ശ്രദ്ധിച്ചാൽ മതി. പുറത്ത് തെന്നി. പക്ഷെ ഇത് പുറത്തേനാണെ വലുതാ. അയ്യോ, അത് കണ്ടിട്ട് ആരാണ്ട് അയച്ചേട്ടോ. ശരി, ചേട്ടാ തെന്നിയായിരുന്നു. അവിടെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ലേ, തെന്നിയായിരുന്നു. അല്ലല്ലോ, നമ്മുടെ ചവിട്ടിയില്ലേ, നടയലത്തെ ചവിട്ടി, തെന്നത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പോയി മേടിച്ചു. ഹാപ്പി എവരി ഡേ. ഓ, എന്ന് സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ആരാണ് തന്ന ആള്? നല്ല സൂപ്പർ സാധനം കേട്ടോ. കഴുകിയെടുക്കാം. നല്ല രസമാണ്, നല്ല മിക്സും ഒക്കെ. ഇതിപ്പോ തലയിട്ട് ചവിട്ടാൻ തോന്നുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്തു. അല്ല, ഇത്രയും നല്ല കൊണ്ടുപോയി എങ്ങനെ തറയിടാൻ തോന്നും. തമ്പുരാനെ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല വിലയുണ്ട് കേട്ടോ. അതിനകത്ത് വിലയുണ്ട്. ഞാൻ വില കാണിക്കുന്നില്ല, വിലയുണ്ട്. അപ്പൊ ഇത് വെള്ളം പിടിക്കത്തില്ല. ബാത്റൂമിന്റെ അവിടെ ഇട്ട് കഴിഞ്ഞാലേ അഥവാ നമ്മള് കാല് ചവിട്ടുന്ന വെള്ളമൊക്കെ അങ്ങനെ വരത്തില്ല. ഇപ്പം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ബാത്റൂം മറ്റേ നമ്മുടെ അടുക്കളയുടെ അവിടെ ഞാൻ നേരത്തെ മേടിച്ചോണ്ട് പോലെ അടുക്കള അവിടെ ഇവിടെ ഇടുകയോ പിന്നെ ചെയ്യാം. അപ്പൊ എന്തുവാട്ടെ, എങ്ങനെയാണ് നമുക്ക് വിറ്റ് ചെയ്യാം. എന്തായാലും തന്ന തോന്നുന്ന മോനാണല്ലോ മോളാണ് അവർക്ക്. എനിക്ക് തോന്നുന്നേ ഇത് ചേട്ടായി അവിടെ നാളെ വിളിക്കും. അപ്പൊ ആരാ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതെ അതെ അതെ. എന്തായാലും സംഭവം സെറ്റാ കേട്ടോ, അടിപൊളി സെറ്റ്. അയ്യോ കേട്ടോ, ശരിക്കും ഇത് വലിയ ഓവർ കനമൊന്നുമില്ല. റബ്ബറാ. ഒരു 4 അടിയും ഒരു 2 അടി. അയ്യോ, അതേ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാ കിട്ടുന്നത് കേട്ടോ. എന്തായാലും കലാകാര്യം സന്തോഷം. ഒത്തിരി താങ്ക്സ്. ആരാ തന്നിരിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും സന്തോഷം. മിക്കവാറും ഇത് ഞാൻ ഇടുന്ന സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിയിൽ എവിടെയായിരിക്കും. സെറ്റിയിൽ എവിടെയാണെങ്കിൽ ഇരിക്കുമ്പോൾ ചെരുപ്പില്ലാത്തവർക്കൊക്കെ കാലിലൊക്കെ പ്രശ്നമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഏതായാലും വീട്ടിൽ പോകും. ഇപ്പോൾ സൂസമ്മ ചേച്ചിയുടെ അവിടെ സന്തോഷത്തോടെ ചെന്നാൽ എനിക്ക് അന്നേരം ചിപ്പിയോ കിറ്റോ ചെരുപ്പ് എടുത്തോണ്ട് തരും. ചെരുപ്പില്ലാതെ എനിക്ക് ടൈലെ ഒരു ശാലസമയം കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ സൂസമ്മ ചേച്ചിയുടെ അവിടെ ചെന്നാൽ എന്നെ ചേച്ചത് എടി വെച്ച് ആണ്ടാ ചവിട്ടി അങ്ങോട്ട് നീക്കിയിട്ടിരിക്കും എന്ന് പറയാം. അപ്പൊ ഞാൻ ചവിട്ടി നീക്കി കസാര എടുത്തുകൊണ്ട് ഇട്ടാ ഇങ്ങനെ. അപ്പൊ ഇത് ഇപ്പൊ എനിക്ക് ഒത്തിരി ഉപയോഗം തോന്നിയത് നമ്മുടെ സെറ്റിൽ അവിടെ ഇടുവാണല്ലോ, നമുക്ക് കാല് വെച്ചോണ്ടിരിക്കുമ്പോ നല്ല ഇത് കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. പുറത്തെ നിലയ്ക്ക് ഇതിന്റെ അത്രയും വീതി പോരാ. ഇത്രയും വീതി ഇല്ല, ഇത്രയും മതി അല്ലേ, അത്രയും മതി. അപ്പൊ പുറത്തെ നട ഇടാൻ പറ്റത്തില്ല. അടുക്കള എടുത്തതിനെക്കാട്ടി നല്ലതാണ്. ഒരിക്കലും തരത്തില്ല. ഗ്രിപ്പാണോ, ഒരിക്കലും തരത്തില്ല. റബ്ബറാ, സൂപ്പർ സാധനം. അടുക്കളയുടെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ പെട്ടെന്ന് ചീത്തയായി പോകും. എന്നാന്നോ, ഈ നമ്മൾ ആ വിറകും വെള്ളം ഒക്കെ എടുത്തോണ്ട് എപ്പോഴും വാഷ് ബേസിന്റെ അവിടെ അതിനാണ് നമ്മൾ സോപ്പും വെള്ളം ഒഴിച്ച് കഴുകണമെന്ന് പറയുന്നത്. അതെ, എന്നാലും ഇത് സൂപ്പറായിട്ട് കിടക്കും ഇവിടെയാണ്. എന്തായാലും ഇപ്പൊ ഇടത്ത് എവിടെയാ നടത്തിട്ടുള്ള ഇതായിപ്പോ തന്നെയാണ് അവർക്ക് ഇത് കൊടുക്കാൻ പോയത്. കുഴപ്പമില്ല, ഈ പപ്പായും അമ്മയും കൂടെ കടന്ന് ബഹളമാണല്ലോ അത്. എന്തായാലും ഇത്രയും നല്ലൊരു സാധനം അങ്ങനെ കൊണ്ടിടാനായിട്ട് എനിക്ക് തോന്നാത്തോണ്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആരാ തന്നേന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നാളെ വിളിക്കുന്നത് ഇപ്പം ഡെലിവറി കഴിയുമ്പോഴത്തേനും അവർക്ക് കിട്ടും, മെസ്സേജ് കിട്ടും.
ഒന്നാളെ നമ്മളെ വിളിക്കും. ചിലതൊക്കെ ആണെങ്കിൽ ചിലർ വിളിച്ച് പറയും കേട്ടോ, OTP വരുന്നു. ചിലപ്പോ അവരുടെ ഫോണിൽ തന്നെ ഈ ഡെലിവറി കൊണ്ടുവന്ന ആൾ 2 പ്രാവശ്യം എന്നെ വിളിച്ചത്. അപ്പം ഞാൻ തിരക്കായിട്ട് എടുത്തില്ല. അപ്പം ഞാൻ തിരിച്ച് വിളിച്ചപ്പം പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലല്ലോ ചേട്ടാ, അത് അങ്ങനെയല്ല, ഡെലിവറി ആണെന്ന് പറഞ്ഞു. ഓ ശരി ശരി. അപ്പം എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയത് എനിക്കറിയില്ല. അതൊക്കെ കിട്ടാനാണോ വഴിയില്ലാത്ത? എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അറിയാം, ഒത്തിരി പേർക്ക് അറിയാം, കിട്ടിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടൻ. അതെ അതെ. അപ്പൊ അങ്ങനെ എന്തായാലും അങ്ങനെ ഇത് പപ്പ പിന്നെ എന്നാ പറയുന്നത്, കഴിഞ്ഞ ദിവസം വീഴാൻ പോയായിരുന്നു ഇറങ്ങിയപ്പോ, രാവിലെ നിർത്തി വിളിച്ചേക്ക് പോയപ്പോഴത്തേക്കും. അപ്പൊ അത് കണ്ടിട്ടായിരിക്കാൻ ചാൻസ് ഉണ്ടോ എനിക്കറിയത്തില്ല. എന്തായാലും ഒത്തിരി പുറത്തിടണ്ടായത്, പുറത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം വെയിലടിച്ചാൽ നല്ല വെയിൽ പുറത്തിടാൻ പറ്റിയില്ല. നല്ല സാധനം തന്ന മോളാണെങ്കിലും മോനാണ്. ഒത്തിരി ഒത്തിരി താങ്ക്സ്. അപ്പൊ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് സമ്മാനം കാണുമല്ലേ? എല്ലാ ദിവസവും സമ്മാനത്തിന്റെ പെരുമഴയാണ്. ഡ്രസ്സായിട്ടും സാരിയായിട്ടും ചുരിദാറായിട്ടും സ്റ്റാൻഡായിട്ട് ബനിയനായിട്ട്, അതെ ബനിയനായിട്ട്, ടീഷർട്ടായിട്ട്, സ്പ്രേ ആയിട്ട്. തൊഴിലുറപ്പിന് വലിയ ചങ്ക് പൊട്ടുന്ന പണിയൊന്നും ഇല്ല. അതെ 75 വയസ്സുള്ള തൊഴിലിരിപ്പെന്ന് പറയുന്നത്. അല്ല, ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അതെ തൊഴിലിരിപ്പെന്ന് പറഞ്ഞത് അത് ഞാൻ തൊഴിലുറപ്പല്ല, തൊഴിലിരിപ്പെന്ന് കഴിഞ്ഞ ദിവസം മറ്റേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മണ്ട പോയത് എങ്ങനെ വളവിടുന്നത് നോക്കുന്നില്ല, ചുമ്മാ കിളച്ചങ്ങ് ഇടുക. ചേട്ടായിട്ട് ഞങ്ങളുടെ പെടുകളെല്ലാം കൂടെ ഇടിച്ചു ആയിക്കോട്ടെ. അപ്പൊ 1 മാസം പണി ചെയ്താൽ 3-ാമത്തെ മാസം കിട്ടത്തുള്ളൂ ശമ്പളം. നമുക്ക് ആയിക്കോട്ടെ, എന്തെങ്കിലും നമുക്കൊരു ഇതായല്ലോ. പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്, ആർക്കറിയാം. പെൻഷനും പെൻഷനും ഒന്നും കിട്ടത്തൊന്നുമില്ല. പെൻഷൻ കിട്ടും, പെൻഷൻ ഏതായാലും 100 പണിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 100 പണി പോലും കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. 100 പണി ഒരിക്കലും കിട്ടത്തില്ല. അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർ കിട്ടി. അല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് 100 പണി ചെയ്യാൻ നമുക്ക് 100 കൂട്ടം പരിപാടി ഉണ്ടല്ലോ. ചെയ്യുന്നവരുണ്ടല്ലോ, അമ്മ രഞ്ജു അവരൊക്കെ. രഞ്ജുവിനൊക്കെ ഒരു പണിയുടെ ഇതിലാ പോയത്. 100 പണി ചെയ്യുന്നവർക്ക് അവർക്ക് സെന്റ് ഓഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 1000 രൂപ വെച്ച് പഞ്ചായത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം അത് നൈസില് ഒരു പണിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇല്ലാതാക്കി കളഞ്ഞു. അതങ്ങനെയാണല്ലോ, എന്നാ ചെയ്യാം, എല്ലാം നൈസില് കാര്യങ്ങൾ നടക്കുന്ന പരിപാടി ഇവിടെ. അപ്പൊ എന്നാ പാട്ട് പാടുന്നുണ്ടോ? പാട്ടൊന്നും പാടാൻ പറ്റിയില്ലേ. അപ്പം നമ്മളെല്ലാവരും വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. വെയിലിൻ്റെ ചൂട് ഇനിയിപ്പോൾ മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ പേപ്പറിൽ കിടക്കുന്നുണ്ടോ, അൾട്രാ വയലറ്റ് രശ്മി വീണ്ടും വരുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഇതാണ്. അപ്പം വെയിലൊക്കെ അടിക്കാതെ വീട്ടിലിരിക്കാൻ ഞാൻ പറയത്തില്ല. വീട്ടിൽ നിന്ന് നമുക്ക് തന്നെ പറ്റില്ല, വീട്ടിൽ നിന്ന് തന്നെ സൂക്ഷിക്കുക, നമ്മൾ വളരെ സൂക്ഷിക്കുക. വെള്ളം ഒരുപാട് കുടിക്കണം. ഞാൻ അധികം വെള്ളം കുടിക്കുന്നു. ഞാൻ എന്നാലും വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കടയിൽ ഇരുന്നാലേ ഫാൻ്റെ കീഴിൽ ഇരിക്കുന്നുണ്ടേ. സുനിത വില്യംസ് വന്നുണ്ടോ? സുനിത വില്യംസ് എത്ര ദിവസമായി യാത്രയായിരുന്നു. ഇനി അവരെ ഒന്ന് നേരെയാക്കി എടുക്കണമെങ്കിൽ കുറേ പരിപാടിയുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ എല്ലാവരും നല്ല കെയർഫുള്ളായിട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ ഇപ്പം പിന്നെ നമ്മൾ കാണുന്നില്ല ഓരോ മയക്കുമരുന്നിനും ഓരോരുത്തരും അടിമയായിട്ടുള്ള കുട്ടികൾ. അപ്പം നമ്മുടെ പിള്ളേരുടെ ബാഗുകൾ ചെക്ക് ചെയ്യുക, അവരുടെ സ്വഭാവം മനസ്സിലാക്കുക. ഭയങ്കര വിഷമം തോന്നി. ഒരു പുരോഹിതൻ, ഒരു നമുക്ക് നന്മ പറഞ്ഞു തരേണ്ടിയ മനുഷ്യൻ കുഞ്ഞുങ്ങൾക്ക് എടുത്തു. അല്ല, അത് നോക്കണം. നമ്മൾ ഇപ്പോൾ ഓരോ മക്കളും ഇപ്പം നമുക്കിപ്പം ബാഗ് നോക്കാനായിട്ട് മക്കളൊന്നുമില്ല, അവരെല്ലാം വലിയ പിള്ളേരായിപ്പോയി. പക്ഷെ നമ്മുടെ സമയത്ത് നമ്മുടെ മക്കളാരും അങ്ങനത്തെ പോയിട്ടില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞാൽ അങ്ങനെയുള്ള പരിപാടിയൊന്നും അന്നൊന്നും ഇതില്ല. ഇത്രയും വിവരമാണ്. ഇന്നിപ്പോ ഓരോന്നിനും അടിമയായിക്കൊണ്ടിരിക്കുക ഓരോരുത്തരും. ഒരു നേരത്തെ മരുന്ന് കൊടുത്തു കഴിയുമ്പം അവൻ പിന്നെ അതില്ലാതെ അവൻ്റെ അമ്മയെ കൊന്നിട്ടാണ് പൈസ എടുക്കുക. അപ്പം നിങ്ങളുടെ വീട്ടിലെ പൈസ പോകുന്നുണ്ടോ, മക്കളുടെ സ്വഭാവം എങ്ങനെയുണ്ട്, മക്കളുടെ ബാഗ് പരിശോധിക്കണം. പിന്നെ മക്കൾക്ക് ദേഷ്യമുണ്ടോ, മൂകതയുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. മക്കളെ ഏറ്റവും കൂടുതൽ നിങ്ങൾ TVയും ഈ ഫോണും കണ്ടുകൊണ്ടിരിക്കാതെ മക്കളെ കൂടുതൽ അടുപ്പിക്കുക, നമ്മളേക്ക് കൂടുതൽ അടുപ്പിക്കണം. അപ്പം നമ്മൾ ഈ വൈകിട്ട് വരുമ്പോഴത്തേന് അമ്മമാരിപ്പം സീരിയൽ കാണുന്നവരുണ്ട്. അപ്പം സീരിയൽ കണ്ടില്ല ചില അമ്മമാർക്ക് ഉറക്കം വരുന്നില്ല, ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം സീരിയൽ കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്, സീരിയൽ കാണണം. അത് സീരിയൽ കാണുമ്പോൾ നമ്മുടെ മക്കളെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അത് വളരെ മാരകമായ ഒരു വിപത്തിലേക്കാണ് നമ്മുടെ ഈ ലോകം മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. കഞ്ചാവായിട്ടും MDMA ആയിട്ടും കണ്ടില്ല. കഴിഞ്ഞ ദിവസം കഞ്ചാവൊക്കെ പിടിച്ച് കണ്ടോ, എന്തോരം ആട്ടൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ് തട്ടിക്കുന്ന വാക്കുകൾ കണ്ടില്ലേ. അതെ, പണ്ടൊക്കെ കഞ്ചാവിന് ഇഞ്ചാൻ മാറ്റണം. പേടിയാ,
ഒരു ഭയമാ. പക്ഷെ ഇപ്പൊ പോലീസുകാരെ വരെ മൈത്രി പോലീസ് സ്റ്റേഷനായി ഇപ്പം. അപ്പം ഉപദ്രവിക്കാൻ പറ്റിയല്ല. അതെന്നാ പണ്ടത്തെ നിയമം പറഞ്ഞ ടീച്ചർമാരെ വടി കൊടുത്തില്ല, ടീച്ചർമാരെ അടിച്ചു വളർത്താം. നമ്മുടെ ഫേസ്ബുക്കിനകത്തൂടെ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിയത്തില്ല. ഒരു 13 വയസ്സോ 14 വയസ്സോ ഉള്ള ഒരു കൊച്ചിനെ 7 പേര് കൂടി പീഡിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലാണോ ഒമാനിലാണോ എന്ന് എനിക്ക് ഗൾഫിലായിരുന്നില്ല. അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി അവരാ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് വഴിയും പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി എല്ലാ മീഡിയ വഴിയും അവരിട്ടുണ്ട്. കഴുത്തിങ്ങനെ കുനിഞ്ചത്തിങ്ങനെ വെട്ടുക, ചുവര ഇങ്ങനെ ചീറ്റുമാണ് 7 പേരെയും. അങ്ങനൊരു ശിക്ഷ നടപടി അവിടെ ഉള്ളതുകൊണ്ട് പേടിക്കും. നമ്മുടെ അവിടെ ശിക്ഷയില്ല, അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ശിക്ഷയില്ല, ആർക്കെന്ത് പരിപാടിയും കാണിക്കാം. അങ്ങനെ ഒരു വന്നുകൊണ്ടാണ് നമുക്ക് അവരെ സ്വഭാവത്തിനകത്ത് വ്യത്യാസമുണ്ടോ നോക്കുക. അവർക്ക് കണ്ടവൻ പൈസ കൊടുക്കാതിരിക്കുക. അവർക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ മേടിച്ചു കൊടുക്കും, മാതാപിതാക്കൾ മേടിച്ചു കൊടുക്കാമല്ലോ. അവർക്ക് ഒരു ബർഗർ വേണം, മേടിച്ചു കൊടുക്കാം. പക്ഷെ എന്നും ബർഗർ വേണമെന്ന് കഴിഞ്ഞാൽ മേടിച്ചു കൊടുക്കരുത്. എന്നും വേണമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ പഴയ ആൾക്കാർ കഴിച്ച പോലെയുള്ള ആഹാരം കഴിച്ച് പഠിക്കണം പിള്ളേർ. അതാണ് നമ്മുടെ ഈ അടച്ചു വേവിച്ച കൂട്ടാനും അടിച്ച് വളർത്തിയ മക്കൾക്ക് ടേസ്റ്റുള്ളതെന്നാണ് പറയുന്നത്. അടച്ചു വേവിച്ച കൂട്ടാൻ എന്നുവെച്ചാൽ നമ്മൾ അടച്ച് വേവിക്കുന്നത് അടിച്ച് വളർത്തിയ മക്കൾ പറഞ്ഞാൽ കേൾക്കും. അതാ ഞാൻ പറഞ്ഞ ടീച്ചർമാരുടെയും സാറുമാരുടെയും എന്ന് വടി മാറ്റി പേടിയില്ല. സാറുമാരെ ഈ വടി തിരിച്ചു കൊടുക്കേണ്ട സമയം അധികമായിപ്പോയി. അതെ, ഈ കഴിഞ്ഞ ദിവസം കണ്ട് ചേട്ടായെ പഠിപ്പിച്ച ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പറയാനായിട്ട് ചേട്ടാ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ്റെ ആ ഒരു ആകാംക്ഷ, ആ ഒരു സന്തോഷം, ആ ഒരു പേടിയും ഭയവും എടീ എൻ്റെ ടീച്ചർ വന്നായിരുന്നു കേട്ടോ. ഇത്രയും വർഷം എന്നാലും ഉള്ളിനുള്ളിൽ ആ ടീച്ചറിനോടുള്ള ബഹുമാന സ്നേഹമൊക്കെ അതാണ് അന്നത്തെ പഠിപ്പീരിൻ്റെ. അന്നത്തെ ആ ടീച്ചർമാർ വരുമ്പോഴല്ലേ എണീറ്റ് നിൽക്കും നമ്മൾ. ഇന്നത്തെ ടീച്ചർമാർ ഏതാ പിള്ളേരില്ല. അന്ന് ഒരു നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടീച്ചർമാരെയോ സാറന്മാരെയോ കണ്ട ഓരോ ചന്തയ്ക്കകത്ത പൊന്തിനകത്തോട്ട് ഒളിഞ്ഞു പോകും. പേടിയാ വഴിയിലൊക്കെ വെച്ച് കണ്ട് നീ എവിടെ പോവാ എന്ന് ചോദിക്കും സാറ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ സാറുമാരുടെയും ടീച്ചർമാരുടെയും തോളെ കഴിഞ്ഞിട്ട് നടക്കും പിള്ളേർ. ഒന്നാമത്തെ കാര്യം, ഒരു സാറുമാരെയും ടീച്ചർമാരെയും പിള്ളേർക്ക് പേടിയും ബഹുമാനവും ഇല്ല. എന്തോ ഒരു രീതിയിലാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറിന്റെ ഒരു ഇത് കണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ ആ 3 പേര് 3 or 5 പേര് കൂടി ഒരു ചെറുക്കൻ കൊച്ചിനെ 10ാം ക്ലാസ്സിലെ കുഞ്ഞിനെ ഒരെണ്ണത്തിനെ കൊന്നു കളഞ്ഞില്ലേ ഇവിടെ. അന്ന് ഒരു ടീച്ചർ ടീച്ചറെ വിളിച്ചിട്ടുണ്ട് ഒരു ദിവസം. ഈ പാമ്പാടിക്ക് അപ്പുറയാണ് താമസിക്കുന്നത്. പാമ്പാടി കഴിഞ്ഞിട്ട് കുറച്ച് കോട്ടയത്തിന് ഇപ്പുറേ മെയിൻ റോഡ് സൈഡിലാണ് ടീച്ചർ താമസിക്കുന്നത്. വരാൻ പറഞ്ഞ ടീച്ചർ എനിക്ക് ഇച്ചിരി കേൾക്കുറപ്പുണ്ട്. ഇപ്പോൾ ടീച്ചർ എന്നെ പഠിപ്പിച്ചാണ്. ടീച്ചറിന് ഈ പറഞ്ഞ നമ്മുടെ ഈ നരമ്പിനെ വെരിക്കോസ് വന്നു കഴിഞ്ഞാൽ ഈ രക്തം ഗേലോക്കൂടെ വരുന്നതെന്ന് അറിയത്തില്ല. ഈ പിത്തേൽ അടിക്കുമ്പോഴേ അറിയത്തുള്ളൂ നമുക്ക് ടീച്ചറിന് നരമ്പ് പൊട്ടിയിരുന്നു. അങ്ങനെ നമ്മുടെ തൊട്ട് താഴെ വീടിൻ്റെ ഞാൻ താമസിക്കുന്ന വീടിന് തൊട്ട് താഴെ ടീച്ചറിന് താമസിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഭർത്താവ് മറ്റേ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഡിവിഷൻ കണ്ടക്ടറായിരുന്നു. നമ്മുടെ തിലകൻ സാറിൻ്റെ അച്ഛനെ പോലുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി. അത് എസ്റ്റേറ്റിനെ മൊത്തം ഫുൾ ചാർജ്. അങ്ങനെ ആ ടീച്ചറുമായിട്ട് നമുക്ക് നല്ലൊരു അഭേദ്യ ബന്ധമുണ്ട്. ഞങ്ങൾ രണ്ടും ഒരു ദിവസം പോകും. പിന്നെ വലിയ കാര്യമല്ല, ഭയങ്കര കാര്യമില്ലേ. ഇപ്പോഴും ഓർത്തിരുന്നല്ലോ ടീച്ചറിനെ വിളിക്കാനുള്ള കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നമ്പരോ കാര്യങ്ങളൊന്നും അറിയത്തില്ല ടീച്ചറിന് നല്ല പ്രായമായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഇവിടെ വന്നായിരുന്നു. ഇപ്പോൾ വന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും. അപ്പം സിന്ധു ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതിനെ വീട്ടിൽ ഒരു ദിവസം ഞാൻ താമസിപ്പിച്ചത്. സിന്ധു ചാലക്കുടി പോയ സമയത്ത് ഇനി പറഞ്ഞു ഞാൻ എന്നോട് ചോദിച്ചത് ഞാൻ ഒരു ദിവസത്തിൻ്റെ വീട്ടിൽ വരാം. അപ്പം ടീച്ചറിന് പ്രായത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഇതുണ്ട് കിഴിക്കുറവും അതിൻ്റെ അസുഖങ്ങൾ ഷുഗറും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത ദിവസം ടീച്ചറിനെ വിളിക്കുമ്പോൾ ടീച്ചർ വരും. നമ്മുടെ ടീച്ചറമ്മ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോഴത്തേനേ ടീച്ചറമ്മയുടെ മകള് കിച്ചുവിനെയും ചിപ്പിനെയും കാണാൻ വേണ്ടി അവിടെ വീട്ടിൽ വന്നപ്പോഴത്തേനും പെണ്ണീച്ചിനെ കൊണ്ടിട്ട് ഒത്തിരി നാളായെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ കിടന്നുകൊണ്ട് അമ്മച്ചി അവിടെ കിടന്നുകൊണ്ട് ബഹളവാ. അമ്മച്ചി ആ പുസ്തകം ഇറങ്ങി പോവാന്ന് അമ്മേനെ കാണാൻ. ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബലമാണ്, ഒരു ശക്തിയാണ്. വയ്യുന്നായി ടീച്ചറമ്മ എന്ന് വെച്ചാൽ മലയാളത്തിന്റെ വിദ്വാനാണ്. വാർത്തകളും കാര്യങ്ങളും ഒക്കെ കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇത്രയും പറഞ്ഞത്. കാരണം എന്നാ മറിച്ചിട്ട് പറഞ്ഞാലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു പേടിയും ഭയവും ഇനിയുള്ള തലമുറയുടെ പോക്ക് എങ്ങോട്ടാവും എന്താവും എന്നൊക്കെ ഉള്ളൊരു അത്രയും ഒരു പേടിയുടെ ഒരു ഇതിൽ
സൈഡിലൂടെയാണ് പോകുന്നത്. ഓരോ പിള്ളേരെ കാണുമ്പോൾ അതുങ്ങളുടെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് പേടി പോകണമെന്ന് തോന്നുക. കാരണം ഇതുങ്ങൾ ലഹരിക്ക് അടിമയാണോ? സത്യം. തലമുടിയും കോലവും ഷേപ്പും കാണുമ്പോൾ ചെയ്യുന്നല്ലോ, സ്വയബോധം ചെയ്യുന്നതായിരിക്കില്ല. അതെ, അവരുടെ മൈൻഡ് മാറും. മൈൻഡ് മാറും എന്ന് വെച്ചാൽ അവർക്ക് കിട്ടാനുള്ള സാധനം കിട്ടാതെ ഇവിടെ നമ്മുടെ ഈ പാലത്തിന്റെ അവിടെ ഈ അക്കുപ്പാലം എന്ന് പറയും, നമ്മുടെ വീടിന്റെ അപ്പുറത്തെ ചെറിയൊരു കട പറഞ്ഞില്ല, അവിടെ വലിയ ഇതിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ അപകട സാധ്യതയുള്ള സ്ഥലമാണ്, അവിടെ ഇറങ്ങരുത് ആറിനവിടെ. ഇപ്പൊ എവിടെ നിന്നാന്ന് അറിയത്തില്ല, കുറെ പിള്ളേർ സെറ്റ് വരും കേട്ടോ, കുറെ ബൈക്കിന് ഇങ്ങോട്ട് വരും, തലമുടിയും അവരുടെ ഷേപ്പും അവരുടെ കോലവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല, പോലീസൊന്നുമില്ല. അതായത് മദ്യവും ബിയറുമായിട്ട് വന്ന് മദ്യക്കുപ്പിയെല്ലാം അതിനകത്ത് പൊട്ടിച്ച് ആറ്റി മൊത്തം പൊട്ടിച്ചിടുക, മഹാ തന്തൂതിത്തരമാണ് കാണിക്കുന്നത്. പേടിയാവും നമുക്ക്. നമ്മുടെ ആറിനകത്ത് നമ്മളൊരു വേസ്റ്റ് പോലും നമ്മൾ ഇടിയല്ല, ഒരു മനുഷ്യരും ഇടിയല്ല. കാരണം അത്രയും വൃത്തിക്ക് കിടക്കണം എന്നുള്ള ഒരു ഇതില്ലേ, നമ്മുടെ പ്രദേശം വന്നത് കാണുമ്പോ അറിയാം. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ മഴ പെയ്യുമ്പം പല സ്ഥലത്തും ഒഴിച്ചിരുന്നില്ലേ, ടൗൺ ഏരിയയിലുള്ളവരൊക്കെ ഇടുവൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ സ്ഥലത്തുനിന്ന് കൈവഴി വരുന്ന റോഡിൽ കൂടെ വരുന്ന ആളും നേരെ വരുന്ന പല ചാലിൽ കൂടെ വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അല്ലാതെ നമ്മളാരും കൊണ്ട ഒരു വേസ്റ്റ് പോലും ഇടിയല്ല. അതെ, പക്ഷെ ഇപ്പൊ അതൊക്കെ കാണുമ്പോൾ പേടിയായി. ഈ വെള്ളമില്ലാത്ത സമയത്ത് ഒരു കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ് ഒത്തിരി പേര് മരിച്ചത്. കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് ഒരു ചെറുപ്പം കുറിച്ച് മരിച്ചതാ. അവിടെയൊക്കെ വന്നു കൊടുത്ത് ചാടുകയും ഇതുകൊണ്ട് ചുമ്മാ എടുത്ത് ചാടുകയും. ഞാനിവിടെ ആൾ നടന്ന അക്കരയിലോട്ട് കയറിയപ്പോഴും കാണിക്കുന്ന നടന്നാൽ നമുക്ക് പേടിയാവും ശരിക്കും. അവരുടെ അച്ഛനമ്മമാർ ഇതൊന്നും അറിയുന്നില്ല, സ്കൂളിൽ വിട്ടേക്കുന്ന, പഠിക്കാൻ വിട്ടേക്കുന്ന. ഇപ്പൊ സാർമാരും ടീച്ചർമാരും ഒക്കെ ഓരോ മുക്കിനും നിൽക്കുക. ഒന്ന് ഓർത്ത് നോക്കി അവരുടെ അവസ്ഥ. ടീച്ചേഴ്സിന്റെ ഇവന്മാരെന്തെങ്കിലും കുസൃതിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടേ അതും അധ്യാപകരുടെ ഒന്നും ചെയ്യും. ദൈവമേ, പണ്ടൊക്കെ സാറുമാരെ കണ്ടാൽ നമ്മള് പേടിച്ചോടി പോയി ക്ലാസ്സിൽ കയറി വെച്ചായിരിക്കാറ്. ഇപ്പൊ ഒന്നുമല്ല, എല്ലാം തലതിരിഞ്ഞു പോയിക്കൊണ്ട്. അല്ല, ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും എനിക്ക് സാറുമാരെയൊക്കെ ഭയങ്കര പേടിയാണ്. അന്ന് ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്ന എമ്മത്തായി സാറായിരുന്നു. പുള്ളി ഇല്ല, ഇംഗ്ലീഷ് പഠിപ്പിച്ചോണ്ടിരുന്ന എമ്മത്തായി സാറ്. അങ്ങനെ കാപ്പാലിലാണെങ്കിലും പഠിച്ചോണ്ട്, കാപ്പാല സ്കൂളിലാണ് ഞാൻ ആദ്യം 6ാം ക്ലാസ് വരെ പഠിച്ചത്. അന്ന് അവിടെ രായപ്പൻ നായർ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു, മലയാളം. പിന്നെ എന്നെ പ്രൈമറി പഠിപ്പിച്ചേക്കുന്നത് ചെല്ലപ്പൻ സാറ്, ഗോവൽ സാറ്, സാറാം ടീച്ചർ, തങ്കമ്മ ടീച്ചർ, അങ്ങനെ ടീച്ചർമാരുടെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ, സത്യം. അന്നൊക്കെ നമുക്ക് നമ്മുടെ ഇപ്പം പഠിപ്പിച്ച ടീച്ചർമാർ ആരാന്ന് പിള്ളേർക്കോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റത്തില്ല. നിന്നെ ഏത് ടീച്ചറാണ് പഠിപ്പിച്ചത്? അതെ, നിന്നെ 2ാം ക്ലാസ്സിൽ ഏത് ടീച്ചർ? എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ എന്നെ 1ാം ക്ലാസ് പഠിച്ച എൻ്റെ ചെല്ലപ്പൻ സാർ ഇല്ലല്ലേ, ലോകത്തില്ല. ഗോപാൽ സാർ ഉണ്ട്, തങ്കമ്മ ടീച്ചറുണ്ട്, സാറാമ്മ ടീച്ചറുണ്ട്, ഏലിക്കുട്ടി ടീച്ചർ ഉണ്ട്. അങ്ങനെ 4 ടീച്ചർമാർ എന്നെ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ രായപ്പൻ നായർ സാറ്, അങ്ങനെ ഐ വി ജോൺ സാറ്, അങ്ങനെ ഒരുപാട് സാറുമാരുണ്ട്. ഇപ്പം കണ്ടാലും എന്നോട് സംസാരിക്കാൻ സാറ് ചിലപ്പോൾ ഞാൻ കണ്ടില്ലെങ്കിൽ സുല്ലേ എന്നോടാ ഈയിടെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് വാങ്ങിക്കുക, ഞാൻ വീഡിയോ എടുക്കാം, ഞാൻ കണ്ടില്ലേ എടി എന്റെ കൂടെ എടുക്കങ്ങോട്ട്. സാറൊക്കെ നല്ല ശിക്ഷണമായിരുന്നു, നല്ല അടിയായിരുന്നു, ചൂട്ടടി. അതുകൊണ്ട് തന്നെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അന്ന് സാറിനോട് നമുക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു അടിക്കുമ്പോൾ. അതിപ്പോഴുള്ള അടി രായപ്പൻ നായർ സാറൊക്കെ പറഞ്ഞ് തോട്ടാ പൊട്ടുന്ന അടി. എമ്മത്തായി സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾക്ക് 7 മണിക്കാണ് ക്ലാസ്. എമ്മത്തായി സാർ 7 മണിക്കാണ് ക്ലാസ്. സാറ് എന്തെങ്കിലും ചോദിച്ചാൽ സാറ് വിളിച്ച് നാൾക്ക് പിള്ളേരുടെ മുമ്പ് വെച്ച് തൊട്ടക്കിട്ടാണ് കയറുന്നത്. തൊട പൊട്ടി ചോര വന്നിട്ടുണ്ട്. എന്നാൽ അമ്മ അപ്പനൊന്നും അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നീ പഠിക്കാത്തതിനെ ശിക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് പേരൻസ്. എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, പേരൻസ് മീറ്റിംഗ് ഒന്നുമില്ല. വല്ലപ്പോഴും ഏറ്റവും തലതെറിച്ച പിള്ളേരുടെ അച്ഛനമ്മമാരെ, അത് 1 or 2 ഒക്കെ കാണത്തുള്ളൂ. ഒരു സ്കൂളില്, ഒരു ക്ലാസ്സിലല്ല, ഒരു സ്കൂളിൽ 1 or 2 കുട്ടികളെ ഉള്ളൂ അല്ലേ, ഇച്ചിരി ഇതായിട്ട് പ്രശ്നക്കാരെ. എല്ലാം വിദ്യാഭ്യാസം മൊത്തത്തിൽ വിപുലീകരിച്ചു. പിന്നെ എന്നിട്ട് പേരൻസിനെ വിളിച്ചിട്ട് വരാൻ പറയും, അച്ഛനെയും അമ്മനെയും കൂട്ടിക്കൊണ്ട് വരാൻ പറയും. അതിനോളം പേടി വേറെ ഒന്നുമില്ല ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും എല്ലാം ഭയങ്കര കൂട്ടും, ഭയങ്കര ഫ്രീഡവും, ഭയങ്കര എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി പോയി. നമുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ പിടിച്ച് പുസ്തകം കൊണ്ട് പഴയ കവികളൊക്കെ നമ്മുടെ പഴയ പാട്ടൊക്കെ മറ്റേ വയലാറൊക്കെ പാടിയിട്ടുണ്ടല്ലോ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, അങ്ങനെയുള്ള കാലമായിരുന്നു. സത്യം. എന്തായാലും എല്ലാവരും നേരെ മുന്നിൽ കണ്ടെഴുതിയതാണ്.
എത്ര വർഷം മുമ്പ് വേലാറ് കണ്ടതാ അതൊക്കെ. സത്യം. അങ്ങനെയുള്ള ഇതൊക്കെയാ വരുന്നത് ഇപ്പം. കലിയുഗം എന്ന് പറയാം. കലിയുഗം എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഓർത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനെയും കൊല്ലും, അമ്മനെയും കൊല്ലും, വീട്ടുകാരെയും കൊല്ലും, നാട്ടുകാരെയും കൊല്ലും, മക്കളെ കൊല്ലും. ഈ നിസാരം ഇന്ന് തൊഴിലുറപ്പിനെ എന്നപ്പോൾ പറയും, ഞാൻ ന്യൂസ് ചാനൽ കാണില്ല, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭ്രാന്ത. എന്നാലും ഇടയ്ക്ക് കാണും, എങ്കിലും എനിക്ക് ഒരു ന്യൂസ് ചാനൽ ഒന്നും കാണത്തില്ല, ഓർക്കം വരികയില്ല. 12 വയസ്സങ്ങോട്ടുള്ള കുഞ്ഞു കൊച്ചിനെ എടുത്ത് കണ്ടിട്ടില്ല. ഞാൻ കാണത്തേയില്ല, ന്യൂസ് ചാനൽ കാണത്തില്ല. കണ്ടാൽ നമുക്ക് അന്നത്തെ ദിവസം ഉറക്കം വരില്ല. കാരണം ഇവിടെ ചർച്ചയും കാര്യങ്ങളും കുറെ ഇതുണ്ട്. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ചു. ഈ 25 പറഞ്ഞതിന് ശേഷം അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഓരോ നടന്നേക്കുന്ന ഇപ്പം ഒത്തിരി ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. അപ്പം നാളെ നമുക്ക് നമ്മുടെ കഴുത്തെ തലയുണ്ടോ നമുക്ക് ദൈവത്തിന് അറിയാവുള്ളൂ. അങ്ങനെയുള്ള ജീവിതമാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നാ വൈൻഡപ്പ് കൊടുത്താലോ? വൈൻഡപ്പ് കൊടുക്കാം. അപ്പൊ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. അതിന് മാറ്റി കിട്ടി. ചേട്ടായി ഇതിന്ന് ഇടയ്ക്ക് പലപ്പോഴും ഒന്നിച്ചിരുന്നേരം നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരുന്നുള്ളൂ. അപ്പം കിട്ടിയ സമയത്ത് ഇന്നത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളെ എല്ലാവരും സൂക്ഷിക്കുക എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജാണ്. നല്ല മെസ്സേജ്. അതെ, നമ്മളൊരു മെസ്സേജ് അല്ല. കുറ്റം ആരും വിചാരിക്കരുത് കേട്ടോ. ഇതിനകത്ത് പോസിറ്റീവ് മാത്രമേ വിചാരിക്കുള്ളൂ, നെഗറ്റീവ് ആരും ചിന്തിക്കരുത്. നമ്മൾ ആരും കുറ്റം പറഞ്ഞല്ല. നമുക്ക് നമ്മുടെ ഈ അനുഭവമാണ് ഗുരു. അത് വെച്ചേ ഞങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വേറെ നിങ്ങൾക്ക് അതിനകത്ത് വേറൊരു ദ്വയാർത്ഥം ചിന്തിക്കേണ്ട, ആരും ചിന്തിക്കേണ്ട. അങ്ങനെ ആരും ചിന്തിക്കാതിരിക്കുക. എല്ലാവരും അതിനോട് നേരത്തെ തന്നെ ഞാൻ ക്ഷമയോടുകൂടി പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽബട്ടനോടെ ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വലിയ അഭിപ്രായം അറിയിക്കുക. വലിയ അഭിപ്രായം ചുമ്മാ അറിയിക്കണ്ട, കമൻറ്റിൽ എന്തുവാട്ടെ, മോശമാണ് തെറ്റാണെങ്കിലും വലിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.